പത്തനംതിട്ട റാന്നിയിൽ കനത്ത മഴയിൽ മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി വീണു. മരങ്ങൾ വീണ 6 വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. എ വി ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ടയിൽ നിന്ന് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജയശങ്കർ, ഇത് ഏതാണ്ട് ഒരു പ്രദേശമാകെ ഈ കാറ്റ് വിഴുങ്ങി എന്ന മട്ടിലാണല്ലോ ഇത്രയും മരങ്ങൾ കൂട്ടത്തോടെ അവിടെ വീണ് കിടക്കുന്നത്. അവിടെ വീടുകൾക്കൊന്നും നാശനഷ്ടം ഉണ്ടായില്ല എന്നാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ മേഖലയിൽ വ്യാപകമായി കാറ്റടിച്ചോ ഇന്നോ? വിജയകുമാർ, ഈ കണ്ടനാട്ടുപടിയിലെ റാന്നിയിലെ ഈ അപകടത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ മരങ്ങൾ വീണ KCBയുടെ ലൈനുകളും മറ്റും തകർന്നിരുന്നു. അതിനോടനുബന്ധമായിട്ടുള്ള ഒരു പോസ്റ്റ് നിലവിൽ അപകടാവസ്ഥയിൽ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയം മുമ്പാണ് ഈ പോസ്റ്റ് ചെരിഞ്ഞത്. ആ ഘട്ടത്തിൽ നമ്മളും ഈ പോസ്റ്റുമായി ബന്ധിപ്പിക്കുന്ന കമ്പിക്ക് സമീപമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു നിമിഷത്തെ ശ്രദ്ധ കൊണ്ട് മാറിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടായത്. ഈ പോസ്റ്റുകൾ നിലവിൽ ഒരു അപകടാവസ്ഥയിലാണ്. KCBയുടെ ഉദ്യോഗസ്ഥരും മറ്റും ഇവിടെയുണ്ട്. ഈ പോസ്റ്റ് എന്തായാലും നിലവിൽ ഈ വഴി ഗതാഗതം ഉൾപ്പെടെ നിലവിൽ നിരോധിച്ചിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ഒരു പാതയെന്ന് റാന്നിയിൽ നിന്ന് എരുമേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു പ്രധാന പാതയാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ വീട് ഈ പോസ്റ്റ് നിൽക്കുന്ന മതിലിന് തൊട്ടപ്പുറത്താണ്. എന്തായാലും ഈ വഴി ആണിപ്പോൾ വളരെയധികം അപകടാവസ്ഥയായിരിക്കുന്നത്. നേരത്തെ മരം മുറിഞ്ഞ് KCBയുടെ ഈ ഭാഗത്തേക്കുള്ള ചില കമ്പികളും മറ്റും വലിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന KCBയുടെ 2 പോസ്റ്റുകൾ ഇത്തരത്തിൽ മറയാനുള്ളൊരു സാഹചര്യമായത്. എന്തായാലും വലിയ അപകടാവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് നിമിഷവും ഈ പോസ്റ്റുകൾ നിലം പൊത്താവുന്ന ഒരു അവസ്ഥ. എന്തായാലും KCB ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ഈ പോസ്റ്റുകൾ അത് ശരിപ്പെടുത്താൻ, അത് നിലയ്ക്കുറപ്പിക്കാനുള്ളൊരു ശ്രമം എന്തായാലും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും അതിനുള്ളൊരു തീവ്ര ശ്രമം നടക്കുന്നു. ഈ വഴി ഗതാഗതം ഉൾപ്പെടെ നിലവിൽ നിയന്ത്രിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ അപകടാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു. എന്തായാലും ലൈനിൻ്റെ വൈദ്യുതി കടത്തിവിടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നിലവിൽ എന്തായാലും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. KCB അധികൃതർ എത്തിക്കൊണ്ട് പ്രത്യേക കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഈ പോസ്റ്റുകൾ ക്രമപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നിലവിൽ നടത്തുന്നത്. നേരത്തെ ഉണ്ടായ ഭീകരമായ മിന്നൽ ചുഴലി എന്ന് തന്നെ പറയാം. ആ ചുഴലിക്കാറ്റിലാണ് ഇവിടെ ഇത്രയിലധികം മരങ്ങൾ വീഴുകയും വൈദ്യുത പോസ്റ്റുകൾ ഉൾപ്പെടെ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും ആ മരം വീണുകൊണ്ട് റോഡ് തടസ്സപ്പെട്ട പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ശരിയാക്കിയിട്ടുണ്ട്. ആ റോഡിലെ മരങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിലവിൽ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ റോഡ് ഗതാഗത യോഗ്യമായിട്ടുണ്ട്. പക്ഷേ മറ്റൊരു അപകട പ്രശ്നം ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. വിജയകുമാർ, ഈ റോഡിനോട് ചേർന്ന് നമുക്ക് സഞ്ജയ് ഇക്ബാൽ ദൃശ്യങ്ങൾ കാണിക്കും. റോഡിനോട് ചേർന്ന നിരവധി മരങ്ങൾ ഇപ്പോഴും ആടി ഉലഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും വാഹനം ഈ വഴി പോകുന്ന ഘട്ടത്തിൽ കുറച്ചുകൂടി ശക്തമായ കാറ്റുണ്ടായാൽ ആ മരങ്ങൾ വീണ്ടും ആളുകളിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഈ വഴി ഒരു ഡേഞ്ചർ സോണായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എരുമേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രധാന പാതയാണ്. ആ പാതയിലാണ് ഇത്തരത്തിൽ മരങ്ങളൊക്കെ വീണ പ്രശ്നമുണ്ടായത്. എന്തായാലും KCB അധികൃതർ അവിടെ പോസ്റ്റ് പഴയ രീതിയിലേക്ക് ആക്കാനുള്ളൊരു ശ്രമം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ നിൽക്കുന്ന പാതയിൽ നിന്ന് ഉൾപ്പെടെ മാറണമെന്നൊരു നിർദ്ദേശം അവരുടെ ഭാഗത്ത് നിന്ന് തന്നിട്ടുണ്ട്. കാരണം വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ നമുക്ക് തലയുടെ മുകളിലൂടെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും KCB ഉദ്യോഗസ്ഥർ ഇത് ശരിപ്പെടുത്താനുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും ആ വഴിയുള്ള റോഡിൽ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം തന്നെ അധികൃതർ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ റോഡ് വഴി ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. കാരണം അപകടാവസ്ഥയിൽ ഇപ്പോഴും ആ സൈഡിൽ ആടി ഉലഞ്ഞുകൊണ്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട്. സഞ്ജയ്, ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണിക്കും. കാരണം ഇപ്പോഴും ആടി ഉലഞ്ഞുകൊണ്ട് അപകടാവസ്ഥയിൽ ആ റോഡിന് ഇരുവശങ്ങളുമായി മരങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗതാഗതം അവിടെ പുനഃസ്ഥാപിച്ചാൽ ആ മരങ്ങൾ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ റോഡിൽ ഒരു KCBയുടെ ഒരു പോസ്റ്റ് റോഡിലേക്ക് ചെരിഞ്ഞ് ഏത് നിമിഷവും വീഴാമെന്ന രീതിയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വലിയ അപകടമാണ് ഒരു മിന്നൽ ചുഴലിയിൽ ഉണ്ടായിരിക്കുന്നത്. 100-ലധികം മരങ്ങളാണ് ഈ പ്രദേശത്ത് ഒരേ സമയം വീണത്. ഈ അപകടം ഉണ്ടാകുന്ന ശരി ജയശങ്കർ, എന്തായാലും അവിടെ അപകടാവസ്ഥയിൽ തന്നെയാണ്. കൂടുതൽ മരങ്ങൾ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒപ്പം വൈദ്യുത പോസ്റ്റുകളും നിലം പതിക്കാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റുന്ന ജോലികൾ നടക്കുകയാണ്. KCB ഉദ്യോഗസ്ഥരുടെയൊക്കെ മണിക്കൂറുകളായി അവർ ആ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഈ വൈദ്യുത ബന്ധം തകരാറിലാവുമ്പോൾ KCB ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തുന്നു, അവരുടെ ജോലി തുടരുന്നു. അതുതന്നെയാണ് നമ്മൾ ഇവിടെ പത്തനംതിട്ട റാന്നിക്കടുത്ത് കാണുന്നത്.